ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT 9ാം ക്ലാസ്സിലെ സയൻസിൻ്റെ കെമിസ്ട്രിയുടെ പാർട്ട് 1 ഭാഗമാണ്. ആദ്യത്തെ ലെസൺ ആറ്റത്തിൻ്റെ ഘടന. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രയുണ്ടാകുന്നത്, തന്മാത്രകൾ ചേർന്നാണ് പദാർത്ഥം രൂപപ്പെടുന്നത്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നിറങ്ങൾ തിരിച്ചറിയാനാകാത്ത അവസ്ഥയെ ഡാൾട്ടനിസം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം കൊണ്ട് നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനാവില്ല, നശിപ്പിക്കാനോ നിർമ്മിക്കാനോ കഴിയില്ല. എന്നാണ് ആറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നത്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും ഒരേപോലെ ആയിരിക്കും. സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇതെല്ലാമാണ് ആറ്റോമിക സിദ്ധാന്തത്തിൽ പ്രതിപാദിക്കുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങളെ വേർതിരിച്ച വ്യക്തിയാണ് സർ ഹംഫ്രി ഡേവി. അദ്ദേഹം വേർതിരിച്ച മൂലകങ്ങളാണ് പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. സർ ഹംഫ്രി ഡേവി വേർതിരിച്ച മൂലകങ്ങളാണ് പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. പദാർത്ഥങ്ങളിൽ 2 തരം വൈദ്യുത ചാർജ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. ഈ ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തിയതും സർ ഹംഫ്രി ഡേവിയാണ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ ആണ്. ഹംഫ്രി ഡേവിയുമായി ചേർന്ന് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തി. വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡെ ആണ്. അതിനെ പറയുന്നതാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയ വ്യക്തി മൈക്കൽ ഫാരഡെ ആണ്. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡെ ആണ്. ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളാണ് ഗ്ലാസ് ബ്ലോവർ എന്ന് അറിയപ്പെടുന്നത്. ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്യൂം ട്യൂബ് രൂപപ്പെടുത്തിയത് ജർമ്മൻകാരനായിട്ടുള്ള ഹെൻറിച്ച് ഗീസ്റ്റർ. ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്യൂം ട്യൂബ് രൂപപ്പെടുത്തിയെടുത്തത് ഹെൻറിച്ച് ഗീസ്റ്റർ ആണ്. ഇതോടുകൂടെ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത് എന്ന് കണ്ടെത്തിയത് ജൂലിയസ് പ്ലക്കർ ആണ്. ഇത് വൈദ്യുത ഡിസ്ചാർജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൈദ്യുത ഡിസ്ചാർജ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജൂലിയസ് പ്ലക്കർ. വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത്. ഇതാണ് വൈദ്യുത ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മിയിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയതും ജൂലിയസ് പ്ലക്കർ ആണ്. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യമുണ്ട്. കാഥോഡ് റേ ട്യൂബ് പരീക്ഷണം നടത്തിയത് വില്യം ക്രൂക്സ് ആണ്. ഇതിലൂടെ ആറ്റത്തെ വിഭജിക്കാമെന്നും ആറ്റങ്ങൾ സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തിയത് വില്യം ക്രൂക്സ് ആണ്. കാഥോഡ് റേ ട്യൂബ് പരീക്ഷണം വഴി ആറ്റത്തെ വിഭജിക്കാമെന്നും ആറ്റങ്ങൾ സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും വില്യം ക്രൂക്സ് കണ്ടെത്തി. ടിവിയുടെ പിക്ചർ ട്യൂബ്, എക്സ്റേ ട്യൂബ് ഇവയെല്ലാം കാഥോഡ് റേ ട്യൂബുകളാണ്. ടിവിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും കാഥോഡ് റേ ട്യൂബുകളാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയത് യൂഗൻ ഗോൾസ്റ്റീൻ ആണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയത്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾസ്റ്റീൻ.
1886 ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തത് യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. 1886 ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തത് യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണമാണ് എക്സ്റേ കണ്ടുപിടുത്തത്തിൽ എത്തിച്ചത്. എക്സ്റേ കണ്ടുപിടിച്ച വ്യക്തിയാണ് വില്യം റോൺജൻ. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ ആണ്. കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അലുമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എക്സ്റേ കണ്ടുപിടിച്ചത്. എക്സ്റേ വ്യാപകമായി ഉപയോഗിക്കുന്നത് വൈദ്യശാസ്ത്രത്തിലും വ്യാവസായിക നിർമ്മാണത്തിലുമാണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത് ജെ തോംസൺ ആണ്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണെന്ന് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇതിന് മാസും ഊർജവും ഉണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. എല്ലാ പദാർത്ഥത്തിലുമുള്ള പൊതുഘടകമാണ് അതെന്നും ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും കണ്ടെത്തി. ഏത് വാതകമെടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉണ്ടാവുന്നതെന്നും ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ എന്നും കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. പദാർത്ഥങ്ങളിലെ പോസിറ്റീവ് ചാർജ് ആധികാരികമായി തെളിയിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പദാർത്ഥങ്ങളിലെ പോസിറ്റീവ് ചാർജ് ആധികാരികമായി തെളിയിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു കേന്ദ്രത്തിലാണെന്നും അതാണ് ന്യൂക്ലിയസ് എന്നും കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു കേന്ദ്രത്തിലാണ്, അതാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. 1920 അദ്ദേഹം പ്രോട്ടോൺ ആണ് എന്ന് കണ്ടെത്തിയത്. 1920 ആ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ ആണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണ് എന്ന് റൂദർഫോർഡ് കണ്ടെത്തി. ഈ പ്രോട്ടോണിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യമാണ്, അത് വിപരീതവുമാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. 1932 ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടെത്തുന്നത്. ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തി ജെയിംസ് ചാഡ്വിക്ക് ആണ്. 1932 ഇത് കണ്ടുപിടിക്കുന്നത്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കൊണ്ടുവന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കൊണ്ടുവന്ന വ്യക്തിയാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ആറ്റത്തിലെ കണങ്ങളാണ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. മാസ് തീരെ കുറവാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിൻ്റെ മാസ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗമാണ് ഇലക്ട്രോണിൻ്റെ മാസ്. ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണുള്ളത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് പ്രോട്ടോണിൻ്റെ മാസ്. ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ കാണപ്പെടുന്നത്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായ മാസാണ് ന്യൂട്രോണിനുള്ളത്. ന്യൂക്ലിയസിനകത്താണ് ന്യൂട്രോണും കാണപ്പെടുന്നത്. ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആവിഷ്കരിച്ചത് റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്ന വ്യക്തിയാണ് റൂദർഫോർഡ്. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ബോർ ആറ്റം മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. ബോർ ആറ്റം മാതൃക കൊണ്ടുവന്നത് നീൽസ് ബോർ ആണ്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിൽ ആണ് എന്ന് പറഞ്ഞത് നീൽസ് ബോർ ആണ്. നിശ്ചിത ഷെല്ലുകളിലാണ് അല്ലെങ്കിൽ നിശ്ചിത ഓർബിറ്റലുകളിലാണ് ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്നാണ് വിളിക്കുന്നത്. ഷെല്ലുകളെയാണ് ഊർജ്ജ നിലകളെന്ന് വിളിക്കുന്നത്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്നിങ്ങനെ നമ്പർ നൽകിയോ KLMNO എന്നീ പേര് നൽകിയോ ആണ് വിശേഷിപ്പിക്കുന്നത്.
ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ കാണിക്കാനായി ക്യാപിറ്റൽ ലെറ്റർ എ ആണ് ഉപയോഗിക്കുന്നത്. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരാറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ. സെഡ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് ആറ്റോമിക നമ്പർ പ്രതിപാദിക്കുന്നത്. പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് ആറ്റോമിക നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും തുല്യമാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക നമ്പർ മൈനസ് ചെയ്താൽ മതി. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക നമ്പർ മൈനസ് ചെയ്താൽ മതി. ഒരു മൂലകത്തിൻ്റെ പ്രതീകം അതിൻ്റെ ഒരാറ്റത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു മൂലകത്തിൻ്റെ പ്രതീകം അതിൻ്റെ ഒരാറ്റത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആറ്റത്തിലെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മറ്റ് കണികകളാണ് മീസോണുകൾ, ന്യൂട്രീനോ, ആൻറ്റി ന്യൂട്രീനോ, പോസിട്രോൺ. ആറ്റത്തിലെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മറ്റ് കണികകളാണ് മീസോണുകൾ, ന്യൂട്രീനോ, ആൻറ്റി ന്യൂട്രീനോ, പോസിട്രോൺ. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആയിരിക്കും. n എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ സംഖ്യയാണ്. ഷെൽ നമ്പർ ആണ് n. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഏതൊരു ആറ്റം എടുത്താലും അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. പ്രതീകത്തിൻ്റെ താഴെ ആറ്റോമിക നമ്പറും മുകളിൽ മാസ് നമ്പറുമാണ് കൊടുക്കുക. ഇവിടെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. കാർബൺ 14 14 എന്നത് കാർബണിൻ്റെ മാസ് നമ്പറാണ്. കാർബൺ 14 14 എന്ന് പറയുന്നത് കാർബണിൻ്റെ മാസ് നമ്പറാണ്. ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. കാർബൺ 14 ഉപയോഗിക്കുന്നത് ഫോസിലിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ്. ഫോസിലിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് കാർബൺ 14 ഉപയോഗിക്കുന്നത്. ഫോസ്ഫറസ് 31 ഉപയോഗിക്കുന്നത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ടാണ്. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് 31 ആണ്. അയഡിൻ 131 കൊബാൾട്ട് 60 ഉപയോഗിക്കുന്നത് ക്യാൻസർ, ട്യൂമർ രോഗചികിത്സയ്ക്കും രോഗനിർണയത്തിനും വേണ്ടിയിട്ടാണ്. ക്യാൻസർ, ട്യൂമർ എന്നീ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതാണ് യുറേനിയം 235. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ. മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക നമ്പർ കുറയ്ക്കുമ്പോഴാണ് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടുന്നത്. ഇവിടെ തന്നിട്ടുള്ളതിൽ നൈട്രജൻ്റെ 15 നിന്നും 7 കുറയ്ക്കുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 14 നിന്നും 6 കുറയ്ക്കുമ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഒരേ എണ്ണം ന്യൂട്രോണുകളാണ് ഉള്ളത്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ. ഐസോബാറുകളും ഐസോട്ടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഐസോബാറുകളും ഐസോട്ടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. പ്രപഞ്ച ഉൽപ്പത്തി സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. പ്രപഞ്ച ഉൽപ്പത്തി സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. ബോസോൺ എന്ന് പറയുന്നത് ഊർജ്ജവാഹികളാണ് ബോസോൺ. അതിലെ പദാർത്ഥ ഘടകങ്ങളാണ് ഫെർമിയോൺ. പ്രപഞ്ച ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഹിഗ്സ് ബോസോൺ. രണ്ടാമത്തെ ലെസനാണ് രാസബന്ധനം.
ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുന്നത് സ്ഥിരത കൈവരിക്കാനാണ്. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുന്നത് സ്ഥിരത കൈവരിക്കാനാണ്. 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 18ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ഉൾപ്പെടുന്നതാണ് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ ഇവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഹീലിയം ഒഴികെയുള്ളവയ്ക്ക് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. ഏതൊരു മൂലകത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഈ ക്രമീകരണമാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് അറിയപ്പെടുന്നത്. ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ എന്നറിയപ്പെടുന്നത് ഇതാണ്. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം സ്ഥിരതയുള്ളതാണ്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതിന് സ്ഥിരതയുണ്ട് എന്നാണ്. ഇത് ഉത്കൃഷ്ടവാതകങ്ങൾക്ക് ഈ ഒരു ഘടനയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉത്കൃഷ്ടവാതകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ മൂലകങ്ങളെ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. ഹീലിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 2 ആണ്. ഹീലിയത്തിന് ഒരു ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഹീലിയത്തിനും സ്ഥിരതയുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 12 ആണ്. ഓക്സിജൻ്റെ 8, സോഡിയത്തിൻ്റെ 11, ക്ലോറിൻ 17. ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. മഗ്നീഷ്യം 12, ഓക്സിജൻ 8, സോഡിയം 11, ക്ലോറിൻ 17 ആണ് ആറ്റോമിക നമ്പർ. രാസബന്ധനത്തിലൂടെയാണ് ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുന്നത്. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തെയാണ് രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തെയാണ് രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത് വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ്. കാറ്റയോൺസും ആനയോൺസുമാണ് അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ, നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതാദ്യമായി അവലംബിച്ച വ്യക്തിയാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. ഇതാദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളാണ് അയോണിക സംയുക്തങ്ങൾ. ദ്വയാറ്റോമിക തന്മാത്രകളാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയവ. ദ്വയാറ്റോമിക തന്മാത്രകളാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെയാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ജോഡി ഇലക്ട്രോണാണ് പങ്കുവെക്കുന്നതെങ്കിൽ അതിനെ ഏകബന്ധനമെന്ന് പറയുന്നു. അതിന് നടുവിലായിട്ട് ഒരു വര മാത്രമാണ് ഉണ്ടാവുക. 2 ജോഡി ഇലക്ട്രോണാണ് പങ്കുവെക്കുന്നതെങ്കിൽ അത് ഡബിൾ ബോണ്ട് എന്ന് പറയും. 2 വരകളാണ് ഉണ്ടായിരിക്കുക. ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിലെ 3 ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നത്. 3 വരെയാണ് അതിനിടയിൽ ഉണ്ടാവുക. സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജനം നടക്കുന്ന സമയത്ത് സാധാരണ സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനായുള്ള ആപേക്ഷിക സ്കെയിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയില്.
മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനായുള്ള ആപേക്ഷിക സ്കെയിലാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയില്. 0 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ് ഇതിലുണ്ടായിരിക്കുക. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ലിനസ് പോളിംഗ് ആണ് ഈ സ്കെയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ച വ്യക്തിയാണ് ലിനസ് പോളിംഗ്. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക ബന്ധനമാണെന്ന് പറയാം. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക ബന്ധനമാണ്. 1.7 കുറവാണെങ്കിൽ സഹസംയോജക ബന്ധനത്തിലാണെന്ന് പറയാം. ജലം ഒരു പോളാർ തന്മാത്രയാണ്. അതുകൊണ്ടാണ് മോളിക്യുലാർ മാസ് കുറഞ്ഞിട്ടും ദ്രാവകാവസ്ഥയിലായിരിക്കുന്നതും സാർവിക ലായകമായി ഇരിക്കുന്നതും. ജലം പോളാർ തന്മാത്രയായതുകൊണ്ടാണ് മോളിക്യുലാർ മാസ് കുറഞ്ഞിട്ടും ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതും സാർവിക ലായകമായി ഇരിക്കുന്നതും. ഭാഗികമായ വൈദ്യുത ചാർജുകളുള്ള ഇത്തരം സഹസംയോജക സംയുക്തങ്ങളെയാണ് പോളാർ സംയുക്തങ്ങളെന്ന് പറയുന്നത്. അയോണിക സംയുക്തങ്ങളുടെ പ്രത്യേകതയാണ് ഇത് ഖരാവസ്ഥയിലായിരിക്കും, ജലത്തിൽ ലയിക്കുന്നു, ലായനിയായിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു, ദ്രവണാങ്കം, തിളനില എന്നിവ ഉയർന്നതാണ്. അയോണിക സംയുക്തത്തിൻ്റെ പ്രത്യേകത ഖരാവസ്ഥയിലായിരിക്കും, ജലത്തിൽ ലയിക്കുന്നവയാണ്, ലായനിയായിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു, ദ്രവണാങ്കം, തിളനില എന്നിവ ഉയർന്നാണ് ഇരിക്കുന്നത്. സഹസംയോജക സംയുക്തത്തിൻ്റെ പ്രത്യേകത ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്നു. ജലത്തിൽ പൊതുവെ ലയിക്കുന്നില്ല, ഓർഗാനിക് ലായനികളിൽ ലയിക്കുന്നു, പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല, ദ്രവണാങ്കം, തിളനില എന്നിവ താഴ്ന്നാണ് ഇരിക്കുന്നത്. സഹസംയോജക സംയുക്തത്തിൻ്റെ പ്രത്യേകതയാണ് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും കാണപ്പെടുന്നു, ജലത്തിൽ ലയിക്കുന്നില്ല, ഓർഗാനിക് ലായകങ്ങളിലാണ് ലയിക്കുന്നത്, പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല, ദ്രവണാങ്കം, തിളനില എന്നിവ താഴ്ന്നാണ് ഇരിക്കുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ സംയോജകത അല്ലെങ്കിൽ ബാലൻസി എന്ന് പറയുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് സ്ഥിരതയുണ്ടാവുന്നത്. അതിനുവേണ്ടി ഒന്നോ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. അപ്പോൾ എത്രയാണോ വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ സ്വീകരിക്കുന്നത് അതാണ് ഒരാറ്റത്തിൻ്റെ സംയോജകത അല്ലെങ്കിൽ ബാലൻസി എന്ന് പറയുന്നത്. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കി എഴുത്തിനെയാണ് രാസസൂത്രം എന്ന് പറയുന്നത്. പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്താണ് രാസസൂത്രം. ഈ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് തരികയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് തരികയാണെങ്കിൽ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്